നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് സംബന്ധിച്ച് കേരളത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ തീപ്പൊള്ളൽ ചികിത്സാ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. ചാലക്കുടി സെക്രട്ടറി ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ജൂബിലി ആഘോഷങ്ങളുടെ പ്രചരണാർത്ഥം വിളംബര ജാഥ സംഘടിപ്പിച്ചു. ചാലക്കുടിയിലെ പ്രകൃതി രമണീയമായ പട്ടണമായിരുന്ന പുത്തുപ്പറമ്പ് ഒരു നൂറ്റാണ്ട് മുൻപ് നാടിന്റെ വിദ്യാഭ്യാസ വാർത്തകൾ വിശദമായി. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് സംബന്ധിച്ച് കേരളത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇന്ത്യയിൽ ആദ്യമായി HMPV റിപ്പോർട്ട് ചെയ്തു എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണ്. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ ഏതാണ്ട് മിക്ക സംസ്ഥാനങ്ങളിലും നേരത്തെ തന്നെ കണ്ടെത്തിയ വൈറസാണിതെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 2001 ലോകത്ത് ആദ്യമായി ഈ വൈറസ് കണ്ടെത്തുന്നത്. അതിനും 50 വർഷം മുമ്പ് തന്നെ ഈ വൈറസും അതുമൂലമുള്ള ജലദോഷവും പനിയും എല്ലാം ഉണ്ട് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. കേരളത്തിൽ പരിശോധനാ സംവിധാനങ്ങളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി പ്രവർത്തനം ആരംഭിച്ച ശേഷം സാമ്പിളുകൾ പരിശോധിച്ചത് 11 കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ള വൈറസാണിത്. ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. പുതിയ വൈറസ് അല്ലെന്ന് ICMR വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ HMPVയുമായി ബന്ധപ്പെട്ട് ജലദോഷം അടക്കമുള്ള ലക്ഷണങ്ങളാണ് ഉള്ളത്. ഇതിന് വാക്സിൻ അല്ല, സപ്പോർട്ടീവ് ചികിത്സയാണ് നൽകുന്നത്. രോഗലക്ഷണം എന്താണോ അതിനാണ് ചികിത്സ നൽകുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേരളീയർ ആഭ്യന്തരമായിട്ടും വെളിയിലും കൂടുതലായി യാത്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ വൈറസ് ബാധയെ പ്രതിരോധിക്കുന്നതിനായി മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ്. പ്രത്യേകിച്ചും ഗർഭിണികൾ, പ്രായമായവർ, ഗുരുതര രോഗമുള്ളവർ തുടങ്ങിയവർ. ഏത് പകർച്ചപ്പനിയെയും പ്രതിരോധിക്കാൻ ഇത് നല്ലതാണ്. നിലവിലെ സ്ഥിതിഗതികൾ കേരളം നിരീക്ഷിക്കുന്നുണ്ട്. HMPVയിൽ ജനിതക മാറ്റങ്ങൾ ഉണ്ടെന്ന് ലോകാരോഗ്യ സംഘടന ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ലെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ തീപ്പൊള്ളൽ ചികിത്സാ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP മുഖ്യ അതിഥിയായി. നഗരസഭാ അധ്യക്ഷൻ എബി ജോർജ്, ആശുപത്രി സൂപ്രണ്ട് AA മിനിമോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. 20 കോടി രൂപ ചെലവിലാണ് 496 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ അത്യാധുനിക സൗകര്യത്തോടെ കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിൽ 2 ശസ്ത്രക്രിയ തിയേറ്ററും തീവ്രപരിചരണ വിഭാഗവും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക വാർഡുകളും, ബോഡി വാഷിംഗ് ഏരിയ, സ്റ്റൈലൈസേഷൻ, ഡ്രസ്സിംഗ് റൂമുകൾ, ഡ്യൂട്ടി റൂമുകൾ, ശുചിമുറികൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 28 ഡോക്ടർമാരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ആകെ PSC പോസ്റ്റ് വേക്കൻസി ഉള്ളത് ഓർത്തോപീഡിക്സിലാണ്. ആ ഓർത്തോപീഡിക്സിൽ ആ ഒഴിവ് നികത്തുന്നതിന് വേണ്ടി കർശനമായ നിർദ്ദേശം നമ്മളെല്ലാം തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ DMO ഇവിടെ അഡ്ഹോക്കായിട്ട് ഒരാളെ നിയമിച്ചിട്ടുണ്ട്. അപ്പം നിലവിൽ PSC വഴി തസ്തിക വഴി ഒരു വേക്കൻസി ഇവിടെ നിലനിൽക്കുന്നില്ല. NH 3 ഡോക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ആ 3 ഡോക്ടേഴ്സ് ഒന്ന് ENT വിഭാഗം, ഒന്ന് NCD ജീവശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട്, 3 ഇമ്മ്യൂണൈസേഷനുമായി ബന്ധപ്പെട്ട് 3 ഡോക്ടേഴ്സിന് കൊടുത്തു. ഇനി ഇത് കൂടാതെ ഒരു 4 ഡോക്ടേഴ്സ് ഉണ്ട് വേറെ. അത് ഡിസ്ട്രിക്ട് റൂറൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്. അതെന്താണ്? നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ PG ചെയ്ത, MBBS കഴിഞ്ഞ് PG ചെയ്ത ഡോക്ടർമാർക്ക് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ റൂറൽ ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിച്ചു. എന്തിനാണത്? ഇപ്പോ മെഡിക്കൽ കോളേജ് എറണാകുളത്തും തൃശ്ശൂരും കോട്ടയത്തും തിരുവനന്തപുരത്തും കോഴിക്കോടൊക്കെ പഠിക്കുന്നവർ എന്താണ് നമ്മുടെ ആരോഗ്യ സംവിധാനം, അതിന്റെ തുക അനുവദിച്ചിട്ടുള്ളത്. അതില് 496.91 സ്ക്വയർ മീറ്റർ ഏരിയയും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബേർഡ്സ് യൂണിറ്റാണ്. അതിൽ OT ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ, ICU, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക വാർഡ്, ബോഡി വാഷിംഗ് ഏരിയ, അതാണ് ഞാൻ പറഞ്ഞ ഷവറിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, സ്റ്റെറിലൈസേഷൻ, ഡ്രസ്സിംഗ് റൂമുകൾ,
സ്റ്റാഫ് ഡ്യൂട്ടി റൂമുകൾ ഒക്കെ ഉൾപ്പെടെയാണ്. അതോടൊപ്പം അതിനോടനുബന്ധമായിട്ടുള്ള സൗകര്യങ്ങൾ അതാണ് ഇവിടെ ഒരുക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ഈ മണ്ഡലത്തിലെ തന്നെ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന് പരിധിയിലുള്ള ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വികസന ചരിത്രത്തിലൊരു നായികക്കല്ലിന് കൂടി ഇന്ന് ഇവിടെ തിരിതെളിയുകയാണ്. കേരളത്തിലെ ദേശീയ തലത്തിൽ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രിക്കുള്ള അവാർഡ് നേടി കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾക്ക് ആശ്വാസം നൽകിയ, അതുപോലെ തന്നെ നിരവധി മേഖലകളിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രി. ക്ഷീരവികസന വകുപ്പിന്റെയും ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ബ്ലോക്കിലെ ക്ഷീരസഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷീരകർഷക സംഗമം ബുധനാഴ്ച നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൂലാനി സഹകരണ സംഘത്തിന്റെ ആതിഥേയത്തിൽ പൂലാനി MSCB കൺവെൻഷൻ സെന്ററിൽ നടത്തുന്ന ക്ഷീര കർഷക സംഗമത്തിന്റെ ഉദ്ഘാടനം ബെന്നി ബെഹനാൻ MP നിർവഹിക്കും. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് കാലിത്തീറ്റ സബ്സിഡി പദ്ധതി വിതരണ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിക്കും. ചടങ്ങിൽ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമഠത്തിൽ അധ്യക്ഷത വഹിക്കും. ചാലക്കുടി നഗരസഭാ ചെയർമാൻ AB ജോർജ്, ERCMPU ചെയർമാൻ MT ജയൻ, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, ക്ഷീരവികസന വകുപ്പ് തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ N വീണ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ക്ഷീര കർഷക സംഗമത്തോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനം, ഗവ്യജാലകം, ഡയറി ക്വിസ്, ക്ഷീരവികസന സെമിനാർ, പൊതുസമ്മേളനം, ക്ഷീര കർഷകരെ ആദരിക്കൽ, ഡയറി എക്സിബിഷൻ എന്നിവ ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമഠത്തിൽ, പൂലാനി ക്ഷീര സംഘം പ്രസിഡന്റ് NG സതീഷ് കുമാർ, ക്ഷീരവികസന ഓഫീസർ PS സെബി എന്നിവർ പങ്കെടുത്തു. വളരെ മാർക്കറ്റ് വാല്യൂ അവരുടെ ഉൽപ്പാദന ചെലവ് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്ത് പോകുന്നില്ല. അതൊരു വിഷയമാണ്. പിന്നെ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആതിഥേയത്തിൽ എന്ന് പറയുമ്പോൾ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും കൂടി ഏകദേശം 80 ലക്ഷം രൂപ സെബിന് ഇവിടുത്തെ ഓഫീസറായിരുന്നു. ഇപ്പോൾ പ്രൊമോഷൻ ട്രാൻസ്ഫർ ആയിരുന്നു. അതിനുശേഷം ക്ഷീരവികസന സെമിനാർ, അതിനുശേഷമാണ് പൊതുസമ്മേളനം നടക്കുന്നത്. അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ബ്ലോക്ക് പ്രസിഡന്റ് അതുപോലെ തന്നെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറൊക്കെ ക്ഷീരവികസന വകുപ്പിൻ്റെ ഓഫീസറൊക്കെ സംസാരിക്കും. ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായ ചാലക്കുടി സ്വദേശി KV ജയകുമാറിന് ചാലക്കുടി പ്രസ് ക്ലബിൽ സ്വീകരണം നൽകി. പ്രസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തടൻ, പ്രസ് ക്ലബ് സെക്രട്ടറി KV ജയൻ, വൈസ് പ്രസിഡന്റ് ലിജു കാഞ്ഞിരത്തിങ്കിൽ, നഗരസഭാ കൌൺസിലർ VJ ജോജി തുടങ്ങിയവർ പ്രസംഗിച്ചു. 2 മാസമായിട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഞാൻ കണ്ട കാര്യം, ഈസ്റ്റ് സ്കൂളിൽ പഠിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഈസ്റ്റ് സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയാണ്. എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ഓർമ്മ ഇല്ല. അപ്പൊ ഏറെ സന്തോഷമുണ്ട്. നമ്മള് നേരത്തെ ജയൻ പറഞ്ഞു, സിദ്ദിഖ് മാഷ് പറഞ്ഞിട്ട് ഒട്ടേറെ സിസ്റ്ററായ ചാലക്കുടിക്കാര് അവർ സ്വീകരണം കൊടുക്കുമ്പോൾ ഈ മറ്റുള്ള സ്ഥലത്തിൽ ചെല്ലുമ്പോഴാണ് ഈ ചാലക്കുടിക്കാരെ കുറിച്ച് പേര് ഇതിനകത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്കേറെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ആ ചാലക്കുടിയുടെ ആ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് വീണ്ടും നമുക്ക് ഏവർക്കും ഉപയോഗകരമാകുന്ന അനുഭവം ഉണ്ടാക്കിക്കൊണ്ട് ശ്രീ ജയകുമാർ സാറ് ഈ പദവി ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ഇതേ മാസം തന്നെ കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് സ്ഥാനമേറ്റപ്പോൾ ഇതുപോലെ നമ്മുടെ പ്രസ് ക്ലബിൽ വന്ന് ഞങ്ങളുടെ സ്നേഹം പങ്കിട്ടിട്ടുണ്ട്. കാരണം നീതിന്യായ രംഗത്ത് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുള്ള നമ്മുടെ നാട്ടുകാരനായ ചാലക്കുടിക്കാരനായ ജസ്റ്റിസ് കളക്ടറെ അനുമോദിക്കാനായി ഇങ്ങനൊരു യോഗം സംഘടിപ്പിക്കും. ഞാൻ ഒരിക്കൽ കൂടി ഈ പ്രസ് ക്ലബിനെ അനുമോദിക്കാൻ ആവശ്യപ്പെടുന്നു. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന എല്ലാ കാലത്തേക്കാളും കൂടുതലായിട്ട് പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ആദരണീയരായ ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ ഭരണഘടനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കും. 2050 നമ്മുടെ
സത്യത്തിൽ മനസ്സിലില്ല. പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ഒരു പരിപാടി വരാൻ കഴിയുമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുകയായിരുന്നു. ഇന്നലെ അത് കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ പോയി. ഇപ്പോൾ വരുന്ന വഴിക്ക് ഒരല്പസമയം കണ്ടെത്തി. അതിന് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സുനിൽകുമാർ, സിദ്ദിഖ് വക്കീലും എല്ലാവരും ചേർന്നൊരു നല്ലൊരു പരിപാടി സംഘടിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ജോർജ് കൗൺസിലർ, ജന്മനാടിൻ്റെ ആദരം എപ്പോഴും എനിക്കെന്നല്ല എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. അതിൻ്റെ ഒരു സന്തോഷവും അഭിമാനം എനിക്കുണ്ട്. ഞാൻ ചാലക്കുടിയിലൊരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ട് വർഷങ്ങളായെന്ന് തോന്നുന്നു. 12 വർഷം മുമ്പാണ് ഞാൻ ജില്ലാ ജഡ്ജായിട്ട് സെലക്ഷൻ കിട്ടിപ്പോകുന്നത്. പിന്നീട് ജോലി സംബന്ധമായി പല സ്ഥലത്തായിരുന്നു. തലശ്ശേരി, കൊല്ലം, കോഴിക്കോട്, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഔദ്യോഗിക സ്ഥാപക നിലവായിരുന്ന കൃഷ്ണനായരുടെ വിയോഗം എടുത്താണ് സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട്. പ്രായത്തിനും ആണെങ്കിൽ പോലും പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ കൂടപ്പുഴ അനുഗ്രഹ സദനയിൽ പുതുവർഷാഘോഷം സംഘടിപ്പിച്ചു. ചലച്ചിത്ര പിന്നണി ഗായകൻ സുധീഷ് ചാലക്കുടി ഉദ്ഘാടനം ചെയ്തു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. മദർ സുപ്പീരിയർ സിസ്റ്റർ റെജി, തരംഗ് വൈസ് പ്രസിഡന്റ് വിജയൻ മൽപ്പാൻ, പ്രദീപ് പൂലാനി, മായ ശശികുമാർ, മനു ജോണി, അജിത് കൊടകര, അർജുൻ അജിത് എന്നിവരോടൊപ്പം അനുഗ്രഹ സദനിലെ മണികണ്ഠൻ, ഹിമ റോസ് എന്നിവരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇവിടെ അവസാനിക്കുകയാണ്. ഭക്ഷണം കഴിച്ച സമയമായി പിന്നെ കുറേ വിസിറ്റേഴ്സ് വരുന്നുണ്ട്. ഇതൊരു തരംഗ് രണ്ടാം തവണയാണ് നമ്മളിവിടെ പരിപാടിയുമായിട്ട് വരുന്നത്. ഇനി എന്ത് അവസരത്തിലും നമ്മുടെ ഇവിടെ ഒരു പ്രോഗ്രാം ആണെങ്കിൽ മധുര പറഞ്ഞാൽ മതി, ഞങ്ങൾ തയ്യാറാണ്. ഉള്ള ആൾക്കാർ ഇന്നിപ്പോൾ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് 26 പേരുടെ പ്രൊഫഷണൽ കലാകാരന്മാരുടെ സംഘടനയാണ് തരംഗ്. അതിൽ ഒട്ടുമിക്ക ആൾക്കാരും പ്രോഗ്രാമിൻ്റെ തിരക്കിലാണ്, കുറച്ചൊരു വിദേശത്താണ്. അപ്പോൾ അതാണ് പറയുന്നത്. ഞാൻ വിരോധമില്ലാത്ത ആളുകളാണ്. പക്ഷേ ഈ സമയമായിട്ട് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഇങ്ങനെ ഞങ്ങളുടെ തരംഗ് സംഘടന പ്രോഗ്രാംസ് വരാറുള്ളത്. ഈ മോള് ചെറിയ മോളായതുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ബാക്കിയെല്ലാം മെമ്പേഴ്സ് നമ്മുടെ അനുഗ്രഹത്തിന്റെ ആദ്യത്തെ ന്യൂ ഇയർ ആഘോഷമാണ്. അത് തരംഗാണ് അവിടെ വന്നിട്ട് ആദ്യമായിട്ട് ചെയ്തത്. വളരെ മനോഹരമായിട്ട് എന്ത് രസമായിട്ട് പ്രൊഫഷണൽ ഗായകർ പാടുന്ന പോലെയാണ് പാടുന്നത്. നമ്മുടെ പിള്ളേര് അത് ആസ്വദിക്കണം. നിങ്ങൾ കണ്ടു, ഓരോ പാട്ടിന്റെയും ചുവടുവെപ്പിനനുസരിച്ച് അവര് കൈകൊട്ടാൻ പറ്റില്ലെങ്കിലും തലയാട്ടെ അനങ്ങുമൊക്കെ ചെയ്യുന്നത്. പാട്ട് ഇവരെ സംബന്ധിച്ച് വലിയൊരു പരിയാരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അടിയന്തര യോഗത്തിൽ നിന്നും പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി. പ്രതിപക്ഷ നേതാവ് പി അഗസ്ത്യയുടെ നേതൃത്വത്തിൽ ഇറങ്ങിപ്പോയ അംഗങ്ങൾ തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പഞ്ചായത്തിന് അനുവദിച്ച റോഡ് മെയിന്റനൻസ് ഫണ്ട് ഭരണകക്ഷി അംഗങ്ങളുടെ വാർഡുകളിലേക്ക് മാത്രമായി അനുവദിച്ച പ്രസിഡന്റിന്റെയും ഭരണസമിതി അംഗങ്ങളുടെയും ഏകപക്ഷീയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയത്. ഇത് സംബന്ധിച്ചുള്ള വിയോജനക്കുറിപ്പ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. പ്രതിഷേധ യോഗത്തിൽ പി ആഗസ്തി, ഡാളി പോൾസൺ, ഡാളി വർഗീസ്, സിനി ലോനപ്പൻ, ഡെന്നി ആന്റണി എന്നിവർ പ്രസംഗിച്ചു. ഓരോ റോഡുകളും പട്ടിക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. അത്രയും വളരെ മോശമായ അവസ്ഥയാണ് പഞ്ചായത്തിന്റെ പ്രതിപക്ഷ അംഗങ്ങളുടെ റോഡുകളെല്ലാം. ആ സമയത്താണ് ഭരണകക്ഷി അംഗങ്ങൾ അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി മാത്രം കിട്ടിയ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നത്. അധികാരമുണ്ട് എന്ന് കരുതിക്കൊണ്ട് അക്രമം കാണിക്കുന്നത്, നിരുത്തരവാദ പരിപാടി കാണിക്കുന്നത് ഒരിക്കലും അതിനൊക്കെ യോജിപ്പില്ല. അത് ശരിയല്ല എന്ന് പറയുന്നത് വ്യക്തിത്വത്തിലുള്ളതാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. കഴിഞ്ഞ തവണ ഫണ്ട് വന്നപ്പോൾ ഇതുപോലെ 5 ലക്ഷം രൂപ ലീഡർ എന്നത് എല്ലാ വാർഡിലും മറ്റുള്ള എല്ലാ ഫണ്ടുകളും അവരുടെ വാർഡിലെടുക്കുന്നത്. തുടർന്ന് ഫണ്ട് വരുമ്പോൾ അത് തീർച്ചയായിട്ടും മറ്റുള്ള വാർഡുകൾ കൊടുക്കും എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ ഫണ്ട് വന്നപ്പോൾ അവരെല്ലാവരും ഒഴിവാക്കിക്കൊണ്ട് ഭരണകക്ഷികളുടെ വാർഡിലേക്ക് മാത്രം ഫണ്ട് മാറ്റി വെച്ചപ്പെട്ടിരിക്കുകയാണ്. ഇതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്.
തുടർന്നുള്ള ഭരണ സംവിധാനത്തിൽ നിയമപരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനിയൊരു ഇടവേള.